നമ്മളെ അർജുന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തുകയാണ്. തെരച്ചിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ അർജുനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ദുരന്ത സേനയുടെയും നേവി നേതൃത്വത്തിലൊക്കെ ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചാനലുകളൊക്കെ, മനോരമ, എല്ലാ ചാനലും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തൊക്കെ ആയിട്ട്. ഇപ്പോൾ നിലവിൽ അവർ ആ മണ്ണുള്ള ഭാഗത്ത് ഇവിടെ ഇതിൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല. ആ മണ്ണുള്ള ഭാഗത്താണ് ഉണ്ടായിരിക്കാമെന്ന നിഗമനത്തിലാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പുഴയുടെ നടുക്കായിട്ട് മൺകൂന കാണാം കേട്ടോ. മണ്ണ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മണ്ണിടിച്ചലിന്റെ ആഘാതത്തിൽ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാഴ്ചയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് വെള്ളം കയറിയിട്ട് മൊത്തം ഇവിടെയുള്ള വീടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഈ വീട്ടിലെ ആൾക്കാർ ജോലിക്ക് പോയതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടതാണ് അവര്. അവിടുത്തെ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. അവരെ കണ്ടുകിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ 7 പേരുടെ മൃതദേഹമാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 പേരുടെ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ആരെയും കടത്തിവിടുന്ന ന്യൂസ് ചാനലിൽ പോലും ഇപ്പോൾ ആ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തോട്ട് കടത്തിവിടുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്ത് വന്നിട്ടാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച ഉണ്ട് ഞങ്ങൾ. ഈ വെള്ളം ഇങ്ങനെ കയറി വന്നിട്ട് മൊത്തം ഇവിടുത്തെ വീട് ഇങ്ങനെ ഒഴുകിപ്പോയ അവസ്ഥയാണ് കേട്ടോ. വീട്ടിലത്തെ അവര് രാവിലെ പണിക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെയുള്ള ഒരു സ്ത്രീ ഉറങ്ങുകയായിരുന്ന സ്ത്രീ അവര് മരിച്ചിട്ടുണ്ട്. അവരെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല കേട്ടോ. മരമെല്ലാം ആ ഭാഗത്തുള്ള മരമെല്ലാം വന്നിരുതാ ഈ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. എന്തൊരവസ്ഥ അല്ലേ. ഇവിടുത്തെ ഒരു എക്സ്റ്റൻഷൻ കമ്പി പോകുന്നുണ്ട്, ലൈൻ പോകുന്നുണ്ട്. ആ ലൈന് പൊട്ടിയിട്ടുള്ള അവസ്ഥ കാഴ്ച ഉണ്ട് ഞങ്ങൾ. അവിടെ വീടൊന്നും ഇല്ല കേട്ടോ. വീടെല്ലാം മേൽക്കൂരെല്ലാം ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. ബാക്കി ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വെള്ളത്തിന്